കാർഷികോത്സവമായ വിഷു മലയാളികൾക്കൊരു പുതുവർഷത്തിൻ്റെ തുടക്കം പോലെയാണ്. പടക്കങ്ങൾ പൊട്ടിക്കുന്നത്, കണി വെക്കുന്നത്, കൈനീട്ടം കൊടുക്കുന്നത്, ഇതൊക്കെയാണ് വിഷുവിൻ്റെ പ്രധാനം. ഇവിടെ ഞങ്ങളുടെ ഒരു വിഷു നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ്. അമ്മ ഉണ്ടാക്കിയാണ്, ശർക്കരപ്പേര് ഞാൻ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളി ഞാനാണ് സഹായിച്ചു കൊടുത്തത്. അവിയൽ അമ്മ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു. കുട്ടികൾ ഞാനാണ് ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ നൈറ്റ് പാപ്പൻ്റെ വീട്ടിൽ പോയതാണ് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പടക്കങ്ങൾക്ക് എന്താ ഈ വിഷുമായുള്ള ബന്ധം എന്ന്? ഞാൻ ഈ അടുത്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അന്നേരം എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, പടക്കം എന്ന് പറയുമ്പം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഒരു ആവേശം ഉണ്ടാക്കുന്നു. ഇത് എന്താ ഈ വിഷു എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഈ പടക്കം പൊട്ടിക്കാനും ഒക്കെ ഭയങ്കര ഒരു സ്പിരിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ആവേശം കുട്ടികളിലുണ്ടാകുമ്പോൾ ഫാമിലിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഇങ്ങനത്തെ കണ്ട കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ പടക്കങ്ങൾ വിഷുവായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ നമ്മുടെ ഒരു ആഘോഷമാണല്ലോ, ആഘോഷങ്ങൾ നമ്മൾ ആൾക്കാരെ അറിയിക്കുക എങ്ങനെ, നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുക എങ്ങനെയാണ്, ഇങ്ങനെ പടക്കങ്ങൾ പൊട്ടിച്ചും അങ്ങനത്തെ രീതിയിൽ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കമ്പിത്തിരി പേഴ്സണാണ്. എന്ന് വെച്ചാൽ കമ്പിത്തിരി അങ്ങനത്തെ കണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ കത്തിക്കൂ. ഈ പൊട്ടിക്കുന്ന ഐറ്റംസും ഒന്നും ഞാൻ കത്തിക്കാറില്ല. എന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും കരുതും പോലെ എനിക്ക് പേടിയായിട്ടൊന്നുമല്ല, ഇങ്ങനെ കത്തിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണാൻ നല്ല രസമാണ്. നല്ല രസമല്ലേ ഇത് കത്തുന്നത് ഇങ്ങനെ കാണാൻ. പിന്നെ ഈ സ്കൈ റോക്കറ്റ്, അത് അടിപൊളിയായിരുന്നു. സ്കൈ റോക്കറ്റ് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഈ പടക്കത്തിന് എന്താ പറയുക, ഒറ്റൊന്ന് കത്തുന്നതിനേക്കാളും ഇങ്ങനെ കുറേ ഒരുമിച്ച് കത്തുമ്പോഴാണ് രസം. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ് ഇത്. ഇനി കുറച്ച് കമ്പിത്തിരി കൊണ്ടുള്ള പ്രകടനങ്ങളാണ്. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ വിഷു കഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. Bye. Mommy and me, do like, share, subscribe.